അപ്പൊ കേസ് നമ്മൊന്ന് എയർപോർട്ടിൽ പോയാണ്. എന്താ പറയാ, നല്ല പോസ്റ്റ് എടുത്തിട്ടുണ്ട് കൂട്ടുകാരന്. അത് മകാട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പിന്നെ പോസ്റ്റ് എല്ലാവർക്കും കൊടുത്ത് ശീലമുള്ള കാരണം പിന്നെ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടാ. അപ്പൊ നമ്മതേ ഒരു കണക്കിന് നല്ല കീറിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ എത്തി ഇതേ അങ്ങാടി ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടിൽ തിരക്ക് കാണും സൗഭാഗ്യം മാങ്ങ തൊലി കിട്ടണം. അതായത് നേരെ അങ്ങാട് നടന്നു പോണേണ്ട് കാണണേ, അവരെ കാണാൻ വേണ്ടി. അപ്പൊ ഇക്കാക്ക അവരുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ടുണ്ട്. അവര് ടൈം സ്പെൻഡ് ആയിട്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറി നിന്നത്. കേസ് എയർപോർട്ട് ആകെ മാറി, എന്താ പറയാ, വെറുതെ കിടിലനായിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരു പബ്ലിക് ഉണ്ടായിരുന്നു, അതും വാങ്ങി വായിലേക്ക് ഇട്ട് ചവക്കണേണ്ട് കാണണേ. പിന്നെ അതേ പെട്ടിയും എന്തോ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കാണ്ട് കാണണേ. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇതേ കൂട്ടുകാരൻ പോണേണ്ട് കാണണേ. പുള്ളിക്ക് നമ്മൾ ടാറ്റയൊക്കെ കൊടുത്ത് ഇതേ പുള്ളി ഉള്ളിലേക്ക് കയറിപ്പോയി. ആയിക്കാകാട് ഉമ്മ പോണ സങ്കടത്തിലിരിക്കണേണ്ട കാണണേ. അപ്പൊ തന്നെ അതേ വന്നി കൂട്ടുകാരനെ പറഞ്ഞു വിട്ട് വരുന്നു സ്ലോ മോഷനിൽ. എന്താ കാര്യമുണ്ട്, പാട്ടൊക്കെ ഇവിടെ പാടണ്ട. പക്ഷേ കേസ് ഒരു എന്റർടൈൻമെന്റ് പരിപാടി ഇതാണ്. അതായത് നമ്മ അങ്ങനെ വേറൊരു കിടിലൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ചൂട് പപ്സ് കിട്ടും എന്ന് പറഞ്ഞത് അങ്ങാടി കയറി പോണേന്റെ കാണണേ. കൈസ് പറഞ്ഞു വിട്ടിട്ട് നല്ല ചൂട് പപ്സ് ആർന്നത്. കിടിലൻ, നല്ല കിടിലൻ പപ്സ് ആർന്നത്. പിന്നെ ഇക്കോ മുട്ടയൊക്കെ കഴിക്കണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പപ്സ് കഴിച്ച് കിടിലൻ നല്ല ജ്യൂസി ഹെൽത്തി പപ്സ്. ഇതിലൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട കൂടി സപ്പോർട്ട് ചെയ്യുക.